PM ശ്രീയിലെ സമരരീതികളിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് AIYF. സമരം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയല്ല, നിലപാടിനെതിരെയാണെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പ്രതികരിച്ചു. AIYF-ഉം ASF-ഉം പക്വത കാട്ടണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സമാനതകളില്ലാത്തൊരു മാറ്റം വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്തത്, ഞങ്ങൾ ഒരു നിലപാടിനെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ നിലപാട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള AIVF-ൻ്റെയും AESF-ൻ്റെയും പ്രഖ്യാപിതമായ നിലപാടാണ്. ഞങ്ങളുടെ സമര രീതികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ നിലപാടിനകത്ത് അണുവിട വ്യതിചലിക്കാനോ വെള്ളം ചേർക്കാനോ ഞങ്ങളില്ല. ആ നിലപാടുകൾ എന്നുണ്ടായാലും അത്തരത്തിലുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഘടകകക്ഷി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPM-ഉം തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടുകൂടി ചെയ്യണമായിരുന്നു. ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. സ്വന്തന സാജു വിവരങ്ങളുമായി. സ്വന്തന, ഇപ്പോൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദമെന്നാണ് ഇപ്പോൾ AIYF പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സമരമൊക്കെ അവസാനിപ്പിക്കുകയാണല്ലോ അല്ലേ? സ്മൃതി, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ അവസാനിച്ചു എന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇന്ന് രാവിലെ പറഞ്ഞത് ഈ ASF-ഉം AIYF-ഉം ഒക്കെ നടത്തിയ സമരത്തിൽ അവർ കുറച്ചുകൂടി പക്വത കാണിക്കണമെന്നുള്ള കാര്യവും അദ്ദേഹം തന്നെയാണ് വിമർശനമായി ഉയർത്തിയത്. അതിലാണിപ്പോൾ ഈ AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ജിസ്മോൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അത് അന്ന് നടത്തിയ ഈ പ്രകടനവും പ്രതിഷേധവും ഒക്കെ അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല, അത് അദ്ദേഹത്തിന് നേരെയുള്ള വ്യക്തിപരമായ ഒരു പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് അത് ഒരു നിലപാടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. അത് AIYF-ന്റെയും ASF-ന്റെയും ഒക്കെ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തിയത്. അല്ലാതെ അതിന് അദ്ദേഹത്തോട് വ്യക്തിപരമായി എല്ലാ ബഹുമാനങ്ങളും ഉണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അങ്ങേയറ്റം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എല്ലാ സ്നേഹവും ബഹുമാനവും ഒക്കെ അദ്ദേഹത്തോടുണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ASF സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്മൃതി, നമ്മൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസം AIYF-ന്റെയും ASF-ന്റെയും സംയുക്തമായിട്ടുള്ള സമരം നമ്മൾ കണ്ടതാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്കായിരുന്നു അന്നിവർ പ്രതിഷേധവുമായി വന്നത്. അന്ന് 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിളിച്ചുകൊണ്ടായിരുന്നു അവർ തെരുവിൽ സമരം ചെയ്തത്. 2-3 തവണ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുകയും പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന പ്രവർത്തകരെയും അതിനുശേഷം സർക്കാരിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരെയൊക്കെ വലിയ രീതിയിൽ പ്രകോപിതരാകുന്ന പ്രവർത്തകരെയും ഒക്കെ തന്നെയായിരുന്നു അന്ന് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഈ സമര പരിപാടിയിൽ നമ്മൾ കണ്ടത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി തന്നെ ഇപ്പോൾ തർക്കങ്ങളൊക്കെ അവസാനിച്ചുവെങ്കിൽ പോലും വീണ്ടും ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഖേദം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് മറ്റ് പ്രതിഷേധ പരിപാടികളൊന്നുമായി ഇനി അവർ പോകില്ല എന്ന് തന്നെയാണ് സ്മൃതി മനസ്സിലാക്കുന്നത്. സ്വന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.